പുതുമകളൊന്നും അവകാശപ്പെടാതെ മലയാളികൾക്ക് കാഴ്ചയുടെ പുതുവസന്തം സമ്മാനിച്ച ന്യൂ ജനറേഷൻ ചിത്രമാണ് പ്രേമം. ഇതാ നിറം മങ്ങാത്ത നിവിൻ പോളിയുടേതല്ലാത്ത ഒരു പഴയകാല മരം ചുറ്റി പ്രേമം. ജർമ്മനി ഫിലിംസ് അവതരിപ്പിക്കുന്നു മുരുകാലയാരുടെ ഒരു മരം ചുറ്റി പ്രേമം. കൊല്ലവർഷം 1128 വേനലവധി കഴിഞ്ഞുള്ള ഒരു കന്നി മാസം. ഈ മാത്സര്യം എന്റെ തീർന്നോയൻ സ്കൂൾ വിട്ട് വീട്ടിൽ പോകാൻ സമ്മതിക്കും. നശിച്ച കിടക്കുമ്പത്തി കടിക്കുമെന്നാണ് നല്ല ഉരുളൻ സാധനമല്ലേ കിടക്കുന്നത്. ഇത് അരങ്ങല്ല എടുത്തന്നെ പള്ളക്കെറിഞ്ഞ് കേട്ടിക്കൂടെ. ചുമ്മാതെ കിടന്ന പട്ടിയുടെ പള്ളക്കെറിഞ്ഞത് കൊണ്ടല്ലേ അതിങ്ങനെ തള്ളയ്ക്ക് വിളിക്കുന്നത് പോലെ കുറയ്ക്കുന്നത്. ജനാർദ്ദനക്കുറുപ്പ് എപ്പോ മേടി വരാൻ സമയമാണ്. അവളെ കാണാനാണ് ഞാനും വന്നത്. ഞാൻ കണ്ടിട്ടേ പോകും. എന്നാൽ ഈ കൊണ്ടിട്ടേ പോകും. കാണാമടാ കാണാമടാ നിർത്തിയിടാ. പെൺപിള്ളാരുടെ പുറകെ നടന്ന് തമ്മിൽ തള്ളി ചാകാതെ നീയൊക്കെ ആ ജാതിനെ കണ്ട് പഠിക്കും. ഞങ്ങൾ മേരിയെ കണ്ട് പഠിച്ചോളാം. നാടുകളിൽ നിങ്ങൾക്ക് ആ ജാതിനെ ഒന്ന് സഹായിക്കരുത്. ഓണപ്പരീക്ഷയായിട്ടും ക്ലാസ്സിൽ പോലും കയറാതെ ഒറ്റയ്ക്ക് സമരം നടത്തുകയാണ് ആ പാവം മനുഷ്യൻ. ചന്ദ്രിക ടീച്ചർ ഉണ്ടോ? ചന്ദ്രിക ടീച്ചർ നീതി പാലിക്കുക. എന്റെ പുസ്തകങ്ങൾ മടക്കി തരിക. അതെന്താണ് പുസ്തകങ്ങൾ നിവർത്തി തന്നാൽ നീ വാങ്ങില്ലേ? കണ്ടില്ലേ പാഠപുസ്തകത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഈ നല്ല മനുഷ്യനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? ആര് പറഞ്ഞു പാഠപുസ്തകത്തിന് വേണ്ടിയാണെന്ന്? പിന്നെ അല്ലാതെ ക്ലാസ്സിൽ വെച്ച് ഇവന്റെ കയ്യിൽ നിന്ന് പ്രിൻസിപ്പാൾ പിടിച്ചെടുത്ത അശ്ലീല പുസ്തകങ്ങളായ മുത്തുച്ചിപ്പിക്കും ട്രൈഫയറിന് വേണ്ടിയാണ് ഇവന്റെ ഈ ഒറ്റയാൾ പോരാട്ടം. അടുത്തിടക്കം മുട്ടിച്ചിപ്പിയും ചോദിച്ച് നീ ഹാസ്റ്റലിൽ വരുമല്ലോ, അപ്പൊ കാണിച്ചു തരണം കേട്ടോടാ. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്റെ പുറകിൽ കണ്ടുപോകരുത്. പുറകിൽ നിന്ന് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം മേരിയെ മുന്നിൽ നിന്ന് കാണുന്നതാണ്. മനുഷ്യന് നാണമില്ലേ? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല തീരത്ത് തെന്നി തെന്നി തേടി ഒരു മാർഗഴിക്കാറ്റ്. ആരോരുമില്ല തീരത്ത് ചന്ദനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. എന്റെ മേരി, സത്യത്തിൽ എന്നെ മേരിയിലേക്ക് ആകർഷിച്ചത് എന്താണെന്നറിയാം? എന്താണ് ജോർജ്? മേരിയുടെ ചകിരിമാര് പോലത്തെ ഈ പിപ്പിരി പിരിപിരി മുടിയാണ് എന്നെ മേരിയിലേക്ക് ആകർഷിച്ചത്. കാറ്റത്ത് പാറിപ്പറക്കുന്ന ഈ കാർപ്പുന്തൽ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകും. ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മുടി ചേട്ടൻ തന്നെ എടുത്തോളൂ. ഒരു പിടി മുടിക്ക് വില വെറും കാലണ മാത്രം. മുടി വേണോ? മുടി അങ്ങനെ ജാതിന് കിട്ടിയല്ലേ മുടി? ഞങ്ങൾ ആൾറെഡി കിട്ടി മുടി. അടിമുടി നോക്കി നിൽക്കാതെ വീട്ടിൽ പോടാം. അങ്ങനെ 10ാം തരത്തിലെ ജാർജിന്റെ പ്രണയം 1ാം തരമായി പൊളിഞ്ഞു. അവിടെ നിന്ന് പ്രീ ഡിഗ്രി പഠിക്കാനായി ജാർജ് കോളേജിലേക്ക് പോയി. രാജേശ്വരി, നീ വല്ലാതെ പഠിച്ചു പോകുന്നു പെണ്ണെ. നിനക്കൊന്ന് ഓടിക്കൂടി. ഇതാരാ വിമൽ സാർ? ഇത്രയും സമയം എവിടെയായിരുന്നു? പുതിയ അധ്യാപിക മലർ അവളെ അങ്ങ് കയറി പിടിച്ചെന്ന് തോന്നുന്നു. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. താൻ അവളുടെ പുറകെ വെറുതെ ഇങ്ങനെ മണപ്പിച്ചു നടക്കാതെ അവളെ ഒന്ന് പ്രണയിച്ചോട്ട് എന്ന് ചോദിക്കേ. എന്ത് പറഞ്ഞാ ഞാൻ അവളെ ഒന്ന് വീഴ്ത്തുക? നീ അവളോട് സുന്ദരനും സുമുഖനും സത്സ്വഭാവിയുമായ എന്റെ കൂട്ടുകാരനാണെന്ന് പറ. അത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് 4 കൂട്ടം റബ്ബർ തൈ ഉണ്ടെന്ന് പറഞ്ഞാലോ? എന്തിന് വലിച്ചുകൊണ്ടിരിക്കാൻ? ആലപ്പുഴ ഉദയായും
ഇതിലേ പോയാൽ എളുപ്പമെത്തും. അതല്ല ടീച്ചറെ, അതാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മേസ്ത്രി. മിസ്റ്റർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വാവയുടെ പരിപാടിയൊക്കെ അറിയാം. സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആണ്. ഇങ്ങോട്ട് വരണം. വാവ സേഫല്ലേ? വാവ സേഫാണ്, പക്ഷെ താൻ സേഫല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്താ പറയാ? ഒന്നും പറയുന്നു. ജീവൻ വേണമെങ്കിൽ മാറിക്കൊള്ളിൻ. സീനിയർ വിദ്യാർത്ഥി ജാർജ് വരുന്നുണ്ട് നിങ്ങളെയൊക്കെ റാഗിംഗ് ചെയ്യാൻ. എൻട്രി പഞ്ച് കാണിക്കാൻ ആരുമില്ല. നിനക്ക് തന്നെ ഇരിക്കട്ടെ ആദ്യം. ധൈര്യമുള്ളവൻ വാട. നല്ല വാട. അമ്പടി കേമി, ജാർജിനെ കളിയാക്കാൻ നീ ആരാണ്? ഞാൻ മലര്. നീ മലരുമെങ്കിൽ ഞാൻ ഡൈവ് അടിക്കും. എന്റെ പേരാണ് മല. ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന അധ്യാപികയാണ്. I am Shari teacher. I am Shari. സാരമില്ല ജോർജ്. അല്ല ജോർജ് എന്താണ് ക്ലാസ്സിൽ കയറാത്തത്? കോളേജിലേക്ക് എനിക്കൊരു ഡാൻസ് കളിക്കണം. ടീച്ചറിന്റെ പരിചയത്തിൽ നല്ലപോലെ ഡാൻസ് ടീച്ചർ മാറുന്നുണ്ട്. ഒരു ഡാൻസറിന്റെ മുഖത്ത് നോക്കിയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതാ കണ്ടോളി. അയ്യോ, ഇതുപോലുള്ള ഈസി സ്റ്റെപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ടഫായിട്ടുള്ള സ്റ്റെപ്പ് വേണം. അതാ ഇങ്ങനെ. എക്സർസൈസ് ചെയ്യുന്നത്? അയ്യോ, ഇത് ആ സൈസ് അല്ല. മലർ ടീച്ചർക്ക് ഞാനൊരു സൂത്രം കാണിച്ചു കൊടുത്തതാ. ഓഹോ, അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങൾ. ഇടോ, താൻ ഇവിടെ വായും പൊളിച്ചു നിൽക്ക്. പിള്ളേരിവിടെ സൂത്രം വരെ കാണിച്ചു തുടങ്ങി. ഞാൻ എന്റെ സൂത്രം ഒന്ന് കാണിച്ചാലോ? തന്റെ സൂത്രം താൻ തന്നെ കയ്യിൽ വെച്ചു. ഇടോ ജോർജ്, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയാൽ മതി, അല്ലാതെ പഠിപ്പിച്ചിട്ട് പോകണ്ട. അപ്പൊ എവനും അധ്യാപകനായിരുന്നല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഒന്നും മിണ്ടാതിരിക്കണോ? ഇവർ കാണാതെ മലരുമായി സംസാരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ആൾമാറാട്ടം. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായത്? ജോർജിനെ ഓടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇടാ ജോർജ്, ഇതാര്? ഇടാ ജോർജ്, വഴി മാറണം മിസ്റ്റർ. ജോർജ്, ഇടാ ജോർജ്. എവനോട് ചോദിക്കാം. മുഖത്ത് വലിയ പറവുള്ള മനുഷ്യ, ഇവിടെ ജോർജ് എന്ന യുവാവിനെ കണ്ടായിരുന്നു. മിസ്റ്റർ, തന്നെ ആരെങ്കിലും കാണാതെ പോയെങ്കിൽ തനിക്ക് നിൽക്കുമായിരുന്നു. അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജാർജിനെ ഞാനെങ്ങും കണ്ടില്ല. ഞാൻ വെറും ഒരു വഴിപോക്കൻ. ശരിയാ, അവന്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം മടക്കൂന്ന് വന്ന ഏതോ തെക്കനാ. അവനത് കാട്ടിൽ പോയി വിളിച്ചാലും ഞാൻ അവനെ കണ്ടുപിടിക്കും. വഴി മാറും. ഇവന്മാരെന്താ കേരള പോലീസ്? ഇവിടെ നിന്ന് ജാർജ് ഇവിടെ പോയി. ഇവിടെ നിന്ന് എന്റെ ജാർജിനെ കണ്ടോ? എടി പെണ്ണെ, ഞാനാണ് നിന്റെ ജാർജ്. കല്ല് വെച്ച നുണ. എന്റെ ജോർജിന്റെ മുഖം ഇങ്ങനെയല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ. അയ്യോ, ഇതെന്റെ ജോർജ് ആയിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? അതാ ഇങ്ങനെ. അയ്യോ, ഇവിടെ നിന്ന് എന്റെ ജോർജ് എവിടെ പോയി? ജോർജ്, സത്യം പറയും, നിങ്ങൾ എന്റെ ജോർജിനെ കൊന്നുകളഞ്ഞു. മലരെ, ഇത് ഞാനാണ് നിന്റെ ജാർജ്. ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശരി മണ്ടി, ഇതേ ഇങ്ങോട്ട് നോക്ക്. ഈ ജാർജിന്റെ ഒരു ആൾമാറാട്ടം. അത് ശരി, നീ ഇവിടെ നിന്ന് വിളിച്ചു നിൽക്കുകയായിരുന്നില്ലേ? പ്രേമിക്കാൻ നീ ആരോടാ? പ്രേം നസീർ. കുട്ടിയോട് ഈ വിമൻ സാറിന് എന്തോ പറയാനുണ്ട്. റെയിൽവേ സ്റ്റേഷനും ശംഖുമുഖം ബീച്ചൊക്കെ ഒന്ന് പോടോ വേട്ടാമണിയ. കുട്ടി, ഐ ലവ് യു. എനിക്കല്ല, ഇയാൾക്ക്. അയ്യട മനമേ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മല എനിക്കുള്ളതാണ്. അതെങ്ങനെ ശരിയാവും? മലര് എനിക്കുള്ളതാണ്. കേട്ടിട്ടില്ലേ? മലരും വിമലും ഒരു കുടുംബം. ഒരു കുടുംബം. നെത്തിൻ നെത്തിൻ
വിചാരിച്ചു ഞാൻ കഞ്ഞി വെപ്പുകാരിയുമായിരുന്നു. അന്ന് കഞ്ഞിയുമായി നിങ്ങളുടെ ക്ലാസ്സിൽ വന്നപ്പോൾ എന്റെ കഞ്ഞിയിൽ നിങ്ങൾ പാട്ടയിട്ടു. അപ്പോ ആ പാട്ട കുഞ്ഞാണോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞ്? അതെ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. അപ്പോ ഈ നിൽക്കുന്ന മലര് ഇദ്ദേഹത്തിന്റെ മകളാണ്. എന്റെ അച്ഛാ, എന്റെ അമ്മാവൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്റെ മകളുടെ പുറകെയാണോ നീ ഇത്രയും നാൾ കറങ്ങിയത്? ഇനി അവളുടെ പുറകെ നിന്നെ കണ്ടുപോകരുത്. വായും നോക്കി എടോ ഉണ്ടാക്കണ്ട. ആ ഞാനും അറിയല്ലേ, എനിക്ക് അവളെ കെട്ടിച്ചെന്നില്ലെങ്കിൽ തന്നെ പല ചുറ്റിക്കളയുന്ന ഞാനവിടെ പൊട്ടിക്കും. എന്റെ പൊന്നണിയെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. അവള് വേണ്ട, അവള് പോണ്ട. ഈ കാണുന്ന അതെ, മലരിന്റെ അച്ഛ ഒരു അധ്യാപകൻ എന്ന നിലയിൽ മലരിനെ വിമൽ സാറിന് കൊടുക്കുന്നതല്ലേ നല്ലത്? അപ്പൊ ഞാനെന്ത് ചെയ്യും? കുറെ നേരമായി ഞാനിവിടെ ആ ഡയലോഗില്ലാതെ വായും പൊളിച്ചു നിൽക്കുന്നു. ഈ വായും പൊളിച്ച് എങ്ങനെ തന്നെ നിന്നോ? മലരിന്റെ അച്ഛൻ പറഞ്ഞു, മിസ്റ്റർ ജോർജ്, ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ തേടി ഇനിയും വരും. അതിലൊരു കുട്ടിയെ ഞാൻ നിനക്ക് തരാം. തൽക്കാലം ഇവളെ നീ ഇവന് വിട്ടുകൊടുക്ക്. അങ്ങനെ വഴിക്കുക പൊയ്ക്കോ, കൊണ്ടുപൊയ്ക്കോ. പക്ഷേ അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണോ എന്റെ തലയിൽ കെട്ടി വയ്ക്കാൻ നോക്കിയതല്ലേ? ഇന്ന് വിളി അല്ലേ? എനിക്ക് വേണ്ട, ഇവള് വേണ്ട. ഇതാണ് പണ്ടുള്ള കാരണവന്മാർ പറയുന്നത്. ഉമ്മറിനെ സത്യം ചതിച്ചാൽ സത്യനെ നസീർ ചതിക്കുമെന്ന്. ആ ഐലൻഡേഴ്സിന്റെ പ്രസന്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത പരിപാടിക്കായി ഗ്രൂപ്പ് സോങ് ബൈ സോലൻ കലാസമിതി represented by Anup Padmanabhan.